എന്താണെന്നറിയോ, ഇതാണ് എൻ്റെ കരിയില കമ്പോസ്റ്റ്. എന്നോട് കുറേ പേര് ചോദിക്കാറുണ്ട് ആ കരിയില കമ്പോസ്റ്റൊക്കെ ഞാൻ ചാനലിലിടുമ്പോൾ അതായിട്ടൊന്ന് കാണിച്ചു തരണേ എന്നുള്ളത്. ആയി. ഇതിലെന്തൊക്കെ ഞാൻ ഇട്ടിരുന്നതെന്നറിയോ? ഇതിൻ്റെ കളറൊക്കെ ഇതിൽ ഞാൻ ഇട്ടത് ദിവസേന അടിച്ച് വരുന്ന എല്ലാ ചണ്ടികളും ഇതിലങ്ങ് ഇടും. ചപ്പി ചവറുമ്പോൾ പ്ലാസ്റ്റിക്കും കുപ്പിച്ചിലും പറ്റൂരേ, എല്ലാം ഇതിലിടും. പിന്നെയെന്ന് പറഞ്ഞാൽ ദിവസം അടുക്കളയിൽ മുറിച്ചിടുന്ന അടുക്കളയിൽ ചക്കൻ്റെത് പിന്നെ കപ്പൻ്റെത് കുറേ ഉണ്ടാവുമല്ലോ, അതിൻ്റെ ഒക്കെ വേസ്റ്റ് ഇതിൽ കൊണ്ടുപോയിടും. പച്ചക്കറി എല്ലാ സാധനവും ഇറച്ചിൻ്റെയും മീനിൻ്റെയും ഒരംശം പോലും ഞാൻ തൊടിച്ചില്ല കേട്ടോ. ആക്കിയെല്ലാം അതിൽ കൊണ്ടുപോയിട്ട് ഒരു ദിവസം കൊണ്ടുപോയിടും. എന്നിട്ട് പുല്ലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പറിച്ച് അതും കൊണ്ടുപോയിടും. എന്നിട്ട് അതിൻ്റെ മേലെ കുറച്ച് മണ്ണിടും. ഇത് വിഘടിച്ചിട്ട് വളമായി മാറ്റണമല്ലോ. എന്നിട്ട് ഞാനിങ്ങനെ അത് കെട്ടി വെക്കും, ഇങ്ങനെ അങ്ങ് വെക്കും. പിന്നെ രണ്ടാം ദിവസം വീണ്ടും അതന്നെ പ്രവർത്തനം, അതന്നെ അടിച്ചു വാരിയിടുക, അടുക്കള വേസ്റ്റ് ഇടുക, അങ്ങനെ ഇങ്ങനെ അങ്ങ് മറിച്ചു ഇങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ മേലെ എന്തോ ഒരു കനം വെക്കും. അങ്ങനെ ചെയ്യും. പിന്നെ കഞ്ഞിവെള്ളം പുളിപ്പിച്ചത്, എനിക്ക് ചാണകത്തിൻ്റെ ഒന്നും ഒഴിക്കാനില്ലേറ്റ് ഞാൻ കഞ്ഞിവെള്ളം പുളിപ്പിച്ചിട്ട് ഒഴിക്കും. അങ്ങനെ ആക്കി ഇതാ എൻ്റെ കരിയിലെ കമ്പോസ്റ്റ് ഇങ്ങോട്ട് റെഡി ആയത് കാണുമ്പോൾ എനിക്ക് തന്നെ ചാണകത്തിന് തോൽപ്പിക്കും. കണ്ട കളറ് നല്ല. ഇതാണ് ഞാൻ എൻ്റെ പച്ചക്കറിക്ക് ഇനി ഇടാൻ പോകുന്നത്. ഇതെനിക്ക് 2-3 ചാക്കുണ്ട്. വളം പൈസ കൊടുത്ത് വാങ്ങാൻ കഴിയാത്തവർക്കൊക്കെ ഇത് നല്ലൊരു ഓപ്ഷനാണ്. ഇതുണ്ടാക്കാൻ ഒരു പൈസ മുടക്കൂല്ല. വെണ്ണീരുണ്ടെങ്കിൽ വെണ്ണീരും കൊണ്ടുപോയി ഇതിലങ്ങ് ഇട്ടാൽ മതി, ഒന്നും പൈസ കൊടുക്കണ്ടല്ലോ. പിന്നെ ചോറിൻ്റെയും ഫുഡിൻ്റെ വേസ്റ്റ് തൊടിക്കരുതേ. തൊടിച്ച് കഴിഞ്ഞാൽ പെരിച്ചാൽ എങ്ങനെയെങ്കിലും മതിക്കളയും. കണ്ടോ എൻ്റെ കരിയില കമ്പോസ്റ്റ് കണ്ടോ? ഞാൻ ഇതിന് കുറച്ച് ഇടുന്നുള്ളൂ കേട്ടോ.